പ്രധാനമന്ത്രിയെ ചാനലിലൂടെ അപമാനിച്ച സംഭവത്തിൽ മീഡിയ വണ്ണിനും മാധ്യമപ്രവർത്തകൻ ജിമ്മി ജെയിംസിനുമെതിരെ കേസ്. കലാപത്തിന് പ്രേരിപ്പിക്കൽ, അപകീർത്തിപ്പെടുത്തൽ എന്നീ വകുപ്പുകൾ ചുമത്തി ഡൽഹി സ്പെഷ്യൽ സെൽ പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. ഡൽഹി സ്വദേശി സന്ദീപ് ദേഥയുടെയും മലയാളിയായ പ്രസന്നൻ പിള്ളയുടെയും നേതൃത്വത്തിലാണ് പരാതി നൽകിയത്. മാധ്യമപ്രവർത്തനം എന്ന് പറയുമ്പോൾ വളരെ സത്യസന്ധതയോടും ഉത്തരവാദിത്വത്തോടുകൂടി ചെയ്യേണ്ട ഒരു കാര്യമാണ്. അല്ലാതെ ഏറ്റവും വലിയൊരു ജനാധിപത്യ രാജ്യത്തിലെ പ്രധാനമന്ത്രിയെ വ്യക്തിപരമായി അവഹേളിക്കുന്ന രീതിയിലാവരുത്. നിങ്ങൾക്ക് രാഷ്ട്രീയപരമായിട്ടുള്ള വ്യത്യാസങ്ങളുണ്ടാവാം, പക്ഷേ അത് പ്രകടിപ്പിക്കുന്നത് സാമാന്യം നല്ല രീതിയിൽ പ്രകടിപ്പിക്കുക എന്നുള്ളതാണ്. ലോകം മുഴുവൻ ആദരിക്കുന്ന ഒരു പ്രധാനമന്ത്രിയുടെ തലയിൽ ചാണകമാണെന്നൊക്കെ പറയുന്ന ഒരു ജേർണലിസം എന്ത് ജേർണലിസമാണെന്ന് എനിക്ക് തന്നെ മനസ്സിലാവുന്നില്ല. ഇങ്ങനെയാണ് ഒരു ജേർണലിസ്റ്റുകാരൻ പ്രവർത്തിക്കേണ്ടത്. മോദിജി തന്നെ പണ്ട് പറഞ്ഞിട്ടുണ്ട്, സമൂഹത്തിന് നല്ല ചിന്തകളും നല്ല കാര്യങ്ങളും പ്രചരിപ്പിക്കുന്ന സുഗന്ധം പരത്തുന്നവരായിരിക്കണം മീഡിയക്കാരെന്ന്, അല്ലാതെ ഈച്ചകളെ പോലെ പ്രവർത്തിക്കരുത്. ഇവിടെ ആ രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. ഇയാൾ എന്തും വന്നൊരു പ്രധാനമന്ത്രിയെ കുറിച്ചൊക്കെ എന്തും പറയുന്ന രീതിയിൽ ഒക്കെ പറയുന്നതല്ല ഒരു ജേർണലിസം എന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനമന്ത്രിയുടെ തലയിൽ ചാണകമാണെന്നൊക്കെ പറയാനുള്ള ആ ഒരു വിവരേ ഒരു ജേർണലിസ്റ്റിനുള്ളൂ. അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ അവർക്കെതിരെ ഒരു മീഡിയ വണ്ണിനെതിരെ ഒരു കംപ്ലൈൻറ്റ് കൊടുത്തത്. കൂടുതൽ വിശദാംശങ്ങൾ നൽകാനായി ആദർശ് TS ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. ആദർശ്, എത്രത്തോളം ഗൗരവമാണ് ഈ നടപടികൾ? വളരെ ഗൗരവമുള്ള നടപടി തന്നെയാണ് ഇപ്പോൾ ഡൽഹി പോലീസിൻ്റെ സ്പെഷ്യൽ സെല്ലിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ജിമ്മി ജെയിംസിൻ്റെ ഭാഗത്ത് നിന്ന് ഇത്തരമൊരു പരാമർശം ഉണ്ടായതിന് പിന്നാലെ തന്നെ സമൂഹമാധ്യമങ്ങളിലടക്കം വലിയ വിമർശനവും വലിയ പ്രതിഷേധവും. ഇപ്പോൾ എന്തായാലും ഡൽഹി പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് കിട്ടിയ പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണവുമായി മുന്നോട്ട് പോവുകയാണ്. മീഡിയ വൺ എന്ന് പറയുന്ന മാധ്യമ സ്ഥാപനമായാലും ജിമ്മി ജെയിംസ് എന്ന് പറയുന്ന മാധ്യമപ്രവർത്തകനായാലും അവരൊക്കെ സ്വീകരിച്ചു പോരുന്ന നടപടികൾ നേരത്തെ തന്നെ പലപ്പോഴും വിമർശനത്തിന് വിധേയമായിരുന്നു. കാരണം അന്ധമായ രാഷ്ട്രീയം വെച്ച് പുലർത്തിക്കൊണ്ട് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെ പോലും പലപ്പോഴും അപമാനിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ അത് ഈ ജിമ്മി ജെയിംസിൻ്റെ ഭാഗത്തു നിന്നായാലും മീഡിയ വൺ എന്ന് പറയുന്ന മാധ്യമ സ്ഥാപനത്തിൻ്റെ ഭാഗത്തു നിന്നായാലും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ എന്തായാലും ഈ കേസ് വളരെ നിർണായകമാവും. കാരണം ഡൽഹി പോലീസിനെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോൾ ഭാരതീയ ന്യായ സംഹിത അനുസരിച്ച് കലാപത്തിന് പ്രേരിപ്പിക്കൽ, ഒപ്പം തന്നെ അപകീർത്തിപ്പെടുത്തൽ തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് കേസ് രജിസ്റ്റർ ചെയ്യുകയും ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണവുമായി മുന്നോട്ട് പോവുകയും ചെയ്യുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പരാതിക്കാരാകട്ടെ പ്രധാനമന്ത്രിയെ അപമാനിച്ചു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് പരാതി നൽകിയത്. ഒപ്പം തന്നെ ശക്തമായ നടപടികൾ ഈ വിഷയത്തിൽ പോലീസിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകണമെന്ന് പരാതിയിൽ പറയുകയും ചെയ്തിരുന്നു. എന്തായാലും ഡൽഹി പോലീസിൻ്റെ സ്പെഷ്യൽ സെല്ല് ഇതുമായി ബന്ധപ്പെട്ട് അവർക്ക് ലഭിച്ച പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണവുമായി മുന്നോട്ട് പോകുമ്പോൾ അത് ഒരു മാധ്യമ സ്ഥാപനം എന്ന നിലയ്ക്ക് മീഡിയ വൺ പിന്തുടരുന്ന നയങ്ങൾ ഒക്കെ വിമർശന വിധേയമാവുകയും ഒപ്പം തന്നെ അത് വലിയ പ്രതിഷേധത്തിന് വീണ്ടും കാരണമാകുമെന്ന് ഉറപ്പാണ്. കാരണം ഒരു മാധ്യമ സ്ഥാപനം എന്നതിൻ്റെ അതിർവരമ്പുകൾ പലപ്പോഴും ലംഘിക്കുന്ന തരത്തിലാണ് മീഡിയ വണ്ണിൻ്റെ പ്രവർത്തനം. ഒപ്പം തന്നെയാണ് ജിമ്മി ജെയിംസ് എന്ന് പറയുന്ന മാധ്യമപ്രവർത്തകൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പരാമർശങ്ങൾ. നേരത്തെയും ഇത്തരത്തിൽ ഈ മാധ്യമപ്രവർത്തകൻ്റെ ഭാഗത്തു നിന്ന് പരാമർശങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും വലിയ പ്രതിഷേധങ്ങളും ഒക്കെ ഉയരുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഡൽഹി പോലീസ് ഈ കേസുമായി ബന്ധപ്പെട്ട് നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമ്പോൾ അതൊരു മാധ്യമ സ്ഥാപനം എന്ന നിലയ്ക്ക് മീഡിയ വണ്ണിനെയും മാധ്യമപ്രവർത്തകൻ എന്ന നിലയ്ക്ക് ജിമ്മി ജെയിംസിനെയും കാര്യമായി ബാധിക്കുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശ്യാം ബാബു. ആദർശാണ് വിശദാംശങ്ങൾ കൃത്യമായി നൽകിയത്.